പഴുത്ത പപ്പായ കിട്ടി. അപ്പോ മൈൻഡ് ഫുള്ള് പോയത് കൂൾബാറിലേക്കും. അപ്പോ എന്തായിരിക്കും അവസ്ഥ? അതെ, നല്ലൊരു സൂപ്പർ അടിപൊളി പപ്പായ ഷേക്ക് അങ്ങ് ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു. ആ വീഡിയോ നിങ്ങളുമായിട്ട് കാണിക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ ഇതാ പപ്പായ നല്ല പഴുത്ത് തുടുത്ത് ഇങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. അപ്പോൾ കിളിച്ചുണ്ട മാമ്പഴം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു, കിളിച്ചുണ്ട പപ്പായ ആയിരുന്നു കയ്യിൽ കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാ 2 സപ്പോട്ട കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഷേക്കിന് 2 സപ്പോട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനിതാ പപ്പായയുടെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് വായിൽ കൊതി ഊറിയിട്ട് വയ്യ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല പോലെ പഴുത്തതുകൊണ്ട് പപ്പായ ചെറിയ ചെറിയ പീസസായി മുറിക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല കേട്ടോ. ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അതുപോലെ സപ്പോർട്ടയും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റും അതുപോലെ തന്നെ ബൂസ്റ്റ് പൊടിയും പിന്നെ വേണ്ടത് കട്ടപ്പാലുമാണ്. കട്ടപ്പാൽ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സാധാ പാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പപ്പായും സപ്പോർട്ടയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ 2 ഏലക്ക എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും ബൂസ്റ്റ് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് കട്ടപ്പാൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കട്ടപ്പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ പപ്പായയും സപ്പോട്ടയും അതുപോലെ തന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും ബൂസ്റ്റ് പൊടിയൊക്കെ അരഞ്ഞു വന്നതിന് ശേഷം കട്ടപ്പാൽ കൂടി നമ്മൾ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലേ. അപ്പോൾ അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ ഷേക്കാണ്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ കൊതിയൂറുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പപ്പായ ഷേക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു ഷേക്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പപ്പായ ഷേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ടെങ്കിലും പപ്പായ വാങ്ങിയിട്ട് ഷേക്ക് അടിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടും നല്ലൊരു രുചിയുള്ള പപ്പായ ഷേക്കായിരുന്നു. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീട്ടിലെ എല്ലാവർക്കും ഈ ഒരു പപ്പായ കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂൾബാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് വേണം പൈസ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.